ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 30, ശ്ലോകം 4, 5, 6. പീതാംബരം കരവിരാജിന ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലീശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 4. തും കാശ്യപദേ തപസി സന്നിധം തദാനീം പ്രാപ്തോസി ഗർഭമതിദേ പ്രണുദോ വിധാത്രാം പ്രാസൂദകാ പ്രകട വൈഷ്ണവ ദിവ്യരൂപം സ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. അന്വയം അർത്ഥം. തദാനീം അപ്പോൾ, തും അങ്ങ്, കാശ്യപേ കശ്യപൻ്റെ, തപസി തപോ വീര്യത്തിൽ, സന്നിധ സ്ഥിതി ചെയ്യുന്നവനായി, അതിഥിയുടെ ഗർഭം ഗർഭത്തെ, പ്രാപ്താസി പ്രാപിച്ചു, വിധാത്ര ബ്രഹ്മാവിനാൽ, പ്രണുത അങ്ങ് സ്തുതിക്കപ്പെട്ടു, സ ആ അതിഥി, ദ്വാദശി ശ്രവണ പുണ്യദിനെ ശ്രാവണ ദ്വാദശി പുണ്യ ദിവസം, പ്രകട വൈഷ്ണവ ദിവ്യരൂപം വ്യക്തമായ വിഷ്ണുരൂപത്തോടു കൂടിയ ഭവന്തം അങ്ങയെ പ്രാസൂദാച്ച പ്രസവിക്കുകയും ചെയ്തു. ഹരിവു. സാരം. അപ്പോൾ ഭഗവാൻ കശ്യപ തപോവീര്യത്തെ പ്രവേശിച്ച് അതിഥിയുടെ ഗർഭത്തെ പ്രാപിച്ചു. വിഷ്ണുവിനെ ബ്രഹ്മാവ് സ്തുതിച്ചു. അവൾ ശ്രാവണ മാസത്തിൽ തിരുവോണം നക്ഷത്രത്തിൻ്റെ അഭിജിത്ത് എന്നു പേരുള്ള സമയത്ത് സൂര്യൻ മധ്യാഹ്നത്തിനാകയാൽ വിജയ എന്നുകൂടി പേരുള്ള വെളുത്വ ദ്വാദശി ദിവസം വൈഷ്ണവ രൂപത്തോടു കൂടിയ ഭഗവാനെ പ്രസവിച്ചു. ഹരിവോ. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 5. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈ ഹർഷാകുലേ സുരഗണേ കൃതതുല്യഘോഷേ ബദ്ധാഞ്ജലിം ജയ ജയേതി നനോ പിതൃഭ്യാം ത്വം ത്വം ക്ഷണേ വടുനമം വടുരൂപമാധാം. അന്വയം അർത്ഥം. സുരഗണേ ദേവസംഘം, ഹർഷാകുലേ സന്തോഷം കൊണ്ട് ഇളകി, കൃതതുല്യഘോഷേ പെരുമ്പറയടിച്ച് ശബ്ദമുയർത്തി, തം ആ പുണ്യാശ്രമം പാവനമായ കശ്യപാശ്രമം, പുഷ്പവർഷി പുഷ്പവർഷങ്ങൾ കൊണ്ട്, അഭിവർഷതി എങ്ങും വർഷിക്കുമ്പോൾ, അഞ്ജലിം കൂപ്പുകൈ, ബദ്ധ്വ ബന്ധിച്ച്, ജയ ജയ ഇതി ജയിച്ചാലും ജയിച്ചാലും എന്ന്, പിതൃഭ്യാം മാതാപിതാക്കന്മാരാൽ, നുത സ്തുതിക്കപ്പെട്ടു, ത്വം അങ്ങ്, തക്ഷണേ ആ സമയത്ത്, പടുതമം ലക്ഷ്യം സാധിക്കാൻ ഏറ്റവും കഴിവുള്ള, വടുരൂപം ബ്രഹ്മചാരി രൂപത്തെ വാമനരൂപം ആധ എടുത്തു. ഹരിവും. സാരം. ദേവന്മാർ സന്തോഷിച്ചു പെരുമ്പറകൾ മുഴക്കി പുഷ്പവർഷം നടത്തി. ആ പുണ്യാശ്രമത്തെ ആരാധിച്ചപ്പോൾ ജയ ജയ ശബ്ദത്തോടുകൂടി കശ്യപനും അതിഥിയും ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ ഉടൻ തന്നെ വാമനരൂപം ധരിക്കുകയും ചെയ്തു. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. താപം പ്രജാപതിമുഖൈരുപനീയമൗഞ്ചീ ദണ്ഡാദിനാക്ഷവലയാദിവിരർച്യമാനാം ഭേദീപ്യമാനവപുരീശ കൃതാഗ്നികാര്യാ ത്വം പ്രാസ്ഥിത ബലിഗൃഹം പ്രകൃതാശ്വമേധം. അന്വയം അർത്ഥം. ഈശ അല്ലയോ ഈശ, താവൻ അപ്പോൾ,
പ്രജാപതി മുഖൈ കശ്യപ പ്രജാപതി തുടങ്ങിയവരാൽ ഉപനീയ ഉപനയിച്ചിട്ട് വംശി ദണ്ഡാജിനാക്ഷ വലയാലിഭി മേഖല ദണ്ഡ് കൃഷ്ണ മൃഗത്തേക്കാൾ രുദ്രാക്ഷമാല തുടങ്ങിയവയാൽ അർച്ചിക്കപ്പെടുന്ന തും അങ്ങേ പേദീപ്യമാന ബഭു വളരെ പ്രകാശിക്കുന്ന ശരീരത്തോടു കൂടിയവനായി കൃതാഗ്നികാര്യ അഗ്നികാര്യം ചെയ്തവനായി പ്രകൃതാശ്വമേധം നടന്നുകൊണ്ടിരിക്കുന്ന അശ്വമേധത്തോടു കൂടിയ ബലിഗൃഹം മഹാബലിയുടെ ഗൃഹത്തിലേക്ക് പ്രഹസ്തിത പുറപ്പെട്ടു. ഹരി ഓം. സാരം: കശ്യപ പ്രജാപതി തുടങ്ങിയവരാൽ യഥാവിധി ഉപനയനാദി കർമ്മങ്ങൾ നടത്തി മേഖല ദണ്ഡ് കമണ്ഡലു കൃഷ്ണമൃഗത്തോൽ രുദ്രാക്ഷമാല മുതലായവയാൽ പൂജിക്കപ്പെട്ട ഭഗവാൻ വാമനൻ അത്യധികം ശോഭിക്കുന്ന ശരീരത്തോടുകൂടി അഗ്നിയിൽ ചമതയിട്ട് അശ്വമേധം നടക്കുന്ന മഹാബലി ഗൃഹത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഹരി ഓം.